നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi, Life Easy, Electronics and Home Appliances. അസഹിഷ്ണുതാ വിവാദത്തിൽ കേന്ദ്ര സർക്കാരിന്റെ മറുപടി. സമന്വയമാണ് ഭൂരിപക്ഷത്തെക്കാൾ പ്രധാനമെന്ന് പ്രധാനമന്ത്രി. हमारा संविधान डिग्निटी फॉर इंडियन एंड यूनिटी फॉर इंडिया, इस दो मूल मंत्र को साकार करता है. ഇന്ദിരയെ ഹിറ്റ്ലറോട് ഉപമിച്ച് ജെറ്റ്ലി. നെഹ്റുവിനെ ഓർക്കാത്തവർ ഹിറ്റ്ലറെ ഓർക്കുന്നത് അസഹിഷ്ണുത എന്ന് കോൺഗ്രസിന്റെ മറുപടി. GSTയിൽ ചർച്ച തുടരാൻ മോദി സോണിയ കൂടിക്കാഴ്ചയിൽ ധാരണ. കോൺഗ്രസ് 3 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. സർക്കാർ വിശദമായി ചർച്ച ചെയ്യുമെന്ന് അരുൺ ജെറ്റ്ലി. നിയമനിർമ്മാണ പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുവെന്നും ജെറ്റ്ലി. പാക്-അധീന കശ്മീർ പാകിസ്ഥാന്റെ ഭാഗമാണെന്ന് ഫറൂഖ് അബ്ദുള്ള. ഇനിയും പാകിസ്ഥാന്റെ ഭാഗമായി തന്നെ പാക്-അധീന കശ്മീർ തുടരും. वो पाकिस्तान का हिस्सा है और पाकिस्तान का हिस्सा रहेगा. ये भारत का हिस्सा है, ये भारत का हिस्सा रहेगा. രൂക്ഷ വിമർശനവുമായി BJP. പുതിയ നിലപാടല്ലെന്ന് ഒമർ അബ്ദുള്ള. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ബുധനാഴ്ച. പാലോട് രവി UDF സ്ഥാനാർത്ഥി. സ്ഥാനം വേണ്ടെന്ന് കെ മുരളീധരൻ പാർട്ടി അറിയിച്ചു. പുതുതായി രൂപീകരിക്കുന്ന മുന്നണിയിലേക്ക് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ സ്വാഗതം ചെയ്ത് വെള്ളാപ്പള്ളി. ഓൺലൈൻ പെൺവാണിഭ കേസിൽ ജോഷിയുടെ സഹായിയുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. ഇടപാടുകാർക്ക് വഴങ്ങാത്ത സ്ത്രീകളെ എയ്ഡ്സ് രോഗിയായ ഡ്രൈവറുമായി ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചു. രാഹുൽ പശുപാലിനെയും രശ്മിയെയും തനിക്ക് അറിയില്ലെന്ന് അച്ചായൻ ജോഷി. വിശദമായി. ചരക്ക് സേവന നികുതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ 2 ആവശ്യങ്ങൾ അംഗീകരിച്ചേക്കുമെന്ന് സൂചന. ഉൽപ്പാദക സംസ്ഥാനങ്ങൾക്കുമേലുള്ള 1% നികുതി ഏർപ്പെടുത്താനുള്ള തീരുമാനം അംഗീകരിച്ചേക്കുമെന്നും സൂചനയുണ്ട്. അതിനിടെ കോൺഗ്രസുമായുള്ള ചർച്ചകൾ ഇനിയും തുടരുമെന്ന് അരുൺ ജെറ്റ്ലി വ്യക്തമാക്കി. The Congress party leaders put forward their position with regard to the 3 issues which they felt are of concern to them. The history and the background of the legislation and the government's response to those 3 issues in detail was explained to them. The Congress party leaders would be discussing within their own party, and there would be, after some time, a fresh contact between the government and them to discuss this subject further after they've discussed within the parties, and we've also considered the positions that they have stated to us. ഭൂരിപക്ഷ ഭരണത്തെക്കാൾ ജനാധിപത്യത്തിൽ പ്രധാനം സമവായമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മറ്റെല്ലാ കാര്യങ്ങളും പരാജയപ്പെടുമ്പോഴും സമവായം വിജയിക്കും. മുൻ സർക്കാരുകളും പ്രധാനമന്ത്രിമാരും വികസനത്തിൽ സംഭാവന ചെയ്തിട്ടുണ്ടെന്നും മോദി പറഞ്ഞു. അതേസമയം പ്രതിപക്ഷത്തിന്റെ അസഹിഷ്ണുതാ വിമർശനത്തെപ്പറ്റി മോദി 1 മണിക്കൂറിലേറെ നീണ്ട പ്രസംഗത്തിൽ ഒന്നും പരാമർശിച്ചില്ല. സുപ്രധാന ബില്ലുകൾ പാസാക്കാൻ പ്രതിപക്ഷത്തിന്റെ പിന്തുണ ആവശ്യമാണെന്നുറപ്പായിരിക്കെ സമവായത്തിലൂന്നിയാണ് ഭരണഘടനാ ചർച്ചയിലെ മോഡിയുടെ വാക്കുകൾ. സമവായത്തോടെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമ്പോഴാണ് ജനങ്ങൾ അധികാരം സമ്മാനിക്കുക. ഭൂരിപക്ഷ ഭരണത്തെക്കാൾ അഭിപ്രായ സമന്വയത്തിലാണ് ജനാധിപത്യത്തിന്റെ യഥാർത്ഥ ശക്തിയെന്നും മോഡി പറഞ്ഞു. हम सहमति और समझौते के प्रयास करते हैं, लेकिन जब सारे प्रयास विफल हो जाए तब आखिरी रास्ता होता है अल्पमत और बहुमत का. ആദ്യം ഇന്ത്യ എന്നതാണ് സർക്കാരിന്റെ പരിഗണന. आइडिया ऑफ इंडिया सत्यमेव जयते. आइडिया ऑफ इंडिया अहिंसा परमो धर्म. आइडिया ऑफ इंडिया एकम सद विप्राह बहुधा वदंती. आइडिया ऑफ इंडिया पौधे में भी परमात्मा होता है. आइडिया ऑफ इंडिया वसुधैव कुटुंबकम. आइडिया ऑफ इंडिया सर्वपंथ समभाव. ഭരണഘടന മാത്രമാണ് പരിഗണിക്കുന്ന പുസ്തകം. അംബേദ്കർ അനുഭവിച്ച ക്ലേശങ്ങളുടെ ഫലമാണ് അനശ്വരമായ ഭരണഘടന. നവംബർ 26 ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് ജനുവരി 26ന്റെ പ്രാധാന്യം കുറയ്ക്കാനല്ല. പ്രസംഗത്തിനിടെ ജവഹർലാൽ നെഹ്റുവിനെ മോഡി നിരവധി തവണ പ്രശംസിച്ചു. പ്രതിപക്ഷത്തിന്റെ വിമർശനത്തെ എതിർക്കാതിരുന്ന നെഹ്റു മികച്ച രാഷ്ട്രതന്ത്രജ്ഞനാണ്. മുൻ സർക്കാരുകളും രാജ്യവികസനത്തിൽ പ്രധാന പങ്കുവഹിച്ചു. सब सरकारों के योगदान से आगे बढ़ा है. 2 ദിവസത്തെ ഭരണഘടനാ ചർച്ചയ്ക്ക് ശേഷം ഭരണഘടനാ തത്വങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രമേയം ലോക്സഭ പാസാക്കി. റിപ്പോർട്ടർ, ദില്ലി. അടിയന്തരാവസ്ഥാ കാലത്താണ് ഏറ്റവും വലിയ അസഹിഷ്ണുതയും ഏകാധിപത്യവും അരങ്ങേറിയതെന്ന് പ്രതിപക്ഷത്തിന്റെ അസഹിഷ്ണുതാ വിമർശനത്തിന് പാർലമെന്റിൽ കേന്ദ്ര സർക്കാരിന്റെ മറുപടി. ഹിറ്റ്ലറെയും ഇന്ദിരാഗാന്ധിയെയും സാദൃശ്യപ്പെടുത്തിക്കൊണ്ടുള്ള കേന്ദ്രമന്ത്രി അരുൺ ജെറ്റ്ലിയുടെ പരാമർശത്തിനെതിരെ രാജ്യസഭയിൽ കോൺഗ്രസ് ബഹളമുയർത്തി. ഏകീകൃത സിവിൽ കോഡും ഗോവധ നിരോധനവും ഇന്ന് അംബേദ്കർ മുന്നോട്ട് വച്ചാൽ പ്രതിപക്ഷത്തിൽ എത്ര പേർ അംഗീകരിക്കുമെന്നും ജെറ്റ്ലി ചോദിച്ചു.
ലോക്സഭയിലെ ഭരണഘടനാ ചർച്ചയിൽ അസഹിഷ്ണുത ഉന്നയിച്ച പ്രതിപക്ഷത്തെ ആഞ്ഞടിച്ചുകൊണ്ടാണ് രാജ്യസഭയിൽ അരുൺ ജെയ്റ്റ്ലി ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. ടിവിയിൽ ആരെങ്കിലും പറയുന്ന നിരുത്തരവാദപരമായ പ്രസ്താവനയാണ് ഇപ്പോൾ അസഹിഷ്ണുതയെന്ന് പറയുന്നത്. എന്നാൽ ഏറ്റവും വലിയ അസഹിഷ്ണുതയും ഏകാധിപത്യവും നടന്നത് അടിയന്തരാവസ്ഥ കാലത്താണ്. आज तो टेलीविजन की स्क्रीन पर कोई आदमी आकर गैर जिम्मेवार बयान दे दे तो हम उसको इंटॉलरेंस मान लेते हैं. उस वक्त तो यह स्थिति थी कि आपको नाजायज तरीके से आपका जीवन भी छीन लिया जाए. Of course there is no comparison. ഇന്ത്യ എന്നാൽ ഇന്ദിരയെന്നും ഇന്ദിര എന്നാൽ ഇന്ത്യയെന്നും അടിയന്തരാവസ്ഥക്കാലത്ത് പറഞ്ഞിരുന്നതിനെ ഓർമ്മിപ്പിക്കാൻ ഹിറ്റ്ലർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനെയാണ് ജെയ്റ്റ്ലി പരാമർശിച്ചത്. The speech ended with a sentence: Adolf Hitler is Germany and Germany is Adolf Hitler. He who takes oath to Hitler takes an oath to Germany. You have the most glaring example in the world in Third Reich, and I must say I am only referring to what happened in 1933. 1949 പ്രസംഗത്തിൽ അംബേദ്കർ പറഞ്ഞ ഏകീകൃത സിവിൽ കോഡും ഗോവധ നിരോധനവും ഇന്നാണ് മുന്നോട്ട് വച്ചതെങ്കിൽ പ്രതിപക്ഷം എങ്ങനെ പ്രതികരിക്കുമെന്നും സഹിഷ്ണുതയെപ്പറ്റി പറയുന്നതിനിടെ ജെയ്റ്റ്ലി ചോദിച്ചു. എന്നാൽ നെഹ്റുവിനെ പറ്റി പറയാതെ ഹിറ്റ്ലറെ പറ്റി പറഞ്ഞതിലൂടെ സർക്കാരിന്റെ ഭരണഘടനാ വിരുദ്ധത വ്യക്തമായെന്ന് കോൺഗ്രസ് മറുപടി നൽകി. हमने जर्मनी की बात की, हिटलर की बात की, क्योंकि आंख नजर कहीं थी, निशाना और कहीं था. लेकिन हमने पंडित जवाहरलाल नेहरू की बात नहीं की. ഭരണഘടനയിൽ പറയുന്ന ചില കാര്യങ്ങൾ മാത്രമേ സർക്കാർ കാണുന്നുള്ളൂ എന്നായിരുന്നു സീതാറാം യെച്ചൂരിയുടെ പ്രതികരണം. റിപ്പോർട്ടർ, ദില്ലി. വിഷയത്തിൽ നമ്മോടൊപ്പം BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് MT രമേശ്, AICC സെക്രട്ടറി ടോം വടക്കൻ, വക്താവ് P കരുണാകരൻ, CPIM ലോക്സഭാ കക്ഷി നേതാവ് ഡോക്ടർ TM തോമസ് ഐസക്, മുൻ ധനമന്ത്രി എന്നിവരാണ് വിവിധ സ്റ്റുഡിയോകളിലുള്ളത്. ആദ്യം ശ്രീ MT രമേശ്, ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി സമവായമാണ് എന്ന് നരേന്ദ്രമോദി ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്നു. GST പാസ്സാകണമെങ്കിൽ കോൺഗ്രസിൻ്റെയും ഇടതു പാർട്ടികളുടെയും സഹകരണം രാജ്യസഭയിൽ വേണം. ഭരണഘടനാ ഭേദഗതി ആയതുകൊണ്ട് 3-2 ഭൂരിപക്ഷം അനിവാര്യമാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പും കഴിയുമ്പോഴേക്കും നിങ്ങൾ സമവായത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആധിപത്യ സ്വരം കാണുന്നില്ല ഇന്ന് നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ. പ്രതിപക്ഷവുമായി സംസാരിക്കുന്നു. ഹുങ്ക് കുറഞ്ഞോ സർക്കാരിൻ്റെ, നരേന്ദ്രമോദിയുടെ? സമവായമാണ് ജനാധിപത്യത്തിൻ്റെയും പാർലമെൻ്ററി സംവിധാനത്തിൻ്റെയും അടിസ്ഥാനമായിട്ടുള്ള കാതലെന്ന് പ്രധാനമന്ത്രി ആദ്യമായിട്ടല്ല പറയുന്നത്. ആദ്യത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ 2014 ആദ്യത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൻ്റെ സന്ദേശം എന്നുള്ളത് തന്നെ ജനാധിപത്യത്തിൻ്റെ സമവായവും എല്ലാവരും ഒരുമിച്ചെടുക്കേണ്ട തീരുമാനത്തെ സംബന്ധിച്ചുമാണ്. BJP എല്ലാ കാലഘട്ടത്തിലും സമവായത്തിൻ്റെ രാഷ്ട്രീയം സ്വീകരിച്ചിട്ടുള്ളതാണ്. പക്ഷേ സമവായം എന്ന് പറയുമ്പോൾ ഒരു കക്ഷി മാത്രം ആഗ്രഹിച്ചുകൊണ്ടുള്ള സമവായമല്ല. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ സമവായത്തിന് കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കാത്തത് കൊണ്ടല്ല, പ്രതിപക്ഷം വളരെ ബോധപൂർവം അവർക്ക് കൃത്യമായിട്ടുള്ള അജണ്ടയുള്ളത് കൊണ്ട് ആ സമവായത്തിന് തയ്യാറായില്ല. ഗവൺമെന്റ് ഈ പ്രാവശ്യം പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സമവായത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആ സമവായ നിർദ്ദേശത്തോട് വളരെ പോസിറ്റീവായിട്ട് ഈ പ്രാവശ്യം പ്രതിപക്ഷം പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായി. അതുകൊണ്ട് തന്നെ സമവായം എന്നുള്ളത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ദുരഭിമാനമായിട്ട് കാണുന്നില്ല. പാർലമെന്റ് നടത്തിക്കൊണ്ടു പോകാനും രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയ പൂർത്തിയാക്കാനും സമവായം വേണമെന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് BJPയുടെയും ഈ ഗവൺമെന്റിന്റെയും കാഴ്ചപ്പാട് തന്നെയാണ്. തുടരുക ശ്രീ ടോം വടക്കൻ, ഇന്ന് ഇത് ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി സോണിയാഗാന്ധിയെയും മൻമോഹൻ സിംഗിനെയും ചർച്ചയ്ക്ക് വിളിക്കുന്നത്. GST അടക്കമുള്ള ഒരുപാട് നിയമനിർമ്മാണങ്ങൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. മാത്രമല്ല അടുത്ത ആഴ്ച എങ്ങനെ പാർലമെൻറ്റ് നടത്തണം എന്നത് സംബന്ധിച്ച് ചർച്ച നടക്കുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് GSTയുടെ കാര്യത്തിൽ നമ്മൾ ചുരുക്കി വിഷയം കൊണ്ടുവന്നാൽ കോൺഗ്രസ് 3 നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് എന്നും അക്കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ നിലപാട് എന്താണ് എന്ന് കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് എന്നും കോൺഗ്രസ് ഗവൺമെൻറ് നിർദ്ദേശങ്ങൾ കോൺഗ്രസ് പാർട്ടിയിൽ ചർച്ച ചെയ്യുമെന്നും ഗവൺമെൻറ് കോൺഗ്രസ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെക്കുറിച്ച് കൂടുതൽ ആലോചനകൾ നടത്തുമെന്നുമാണ് അരുൺ ജെയ്റ്റ്ലി വ്യക്തമാക്കിയിട്ടുള്ളത്. AICC ആസ്ഥാനത്ത് നിന്നാണല്ലോ ശ്രീ ടോം വടക്കൻ താങ്കൾ ഇപ്പോൾ ഈ ചർച്ചയിൽ വരുന്നത്. എന്താണ് അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിലോ നടക്കാൻ പോകുന്ന ചർച്ചയുടെ ഉദ്ദേശം?
ഇക്കാര്യത്തിൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം GST പാസ്സാക്കുക എന്നുള്ളത് അനിവാര്യതയാണ്. അത് ഇവിടെ മാത്രമല്ല, വിദേശത്തും നരേന്ദ്രമോദി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് പാസ്സാക്കിയെടുക്കേണ്ടത് നിങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ്. എന്ത് നിലപാടാണ് മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും എടുത്തത്? അല്ലെങ്കിൽ GST പാസ്സാക്കുന്നതിന് വേണ്ടി വരും ദിവസങ്ങളിൽ എന്ത് നിലപാടാണ് എടുക്കാൻ പോകുന്നത്? നികേഷ്, ഇവിടെ GST എന്ന് പറയുമ്പോൾ ഇത് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ബില്ലാണ്. ഇപ്പോൾ അതിൽ 2-3 കാര്യങ്ങൾ ശ്രീ അരുൺ ജെയ്റ്റ്ലി ആസ്കോം അഡ്രസ്സ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും പറഞ്ഞു. അവിടെ പറഞ്ഞു അത് പ്രിപ്പോസ്റ്ററസ് ആത്രേ ഭാരതീയ ജനതാ പാർട്ടി അല്ലെ പോയിന്റ് ഓഫ് വ്യൂവിൽ. ഞങ്ങളുടെ 3 പോയിന്റുകളാണ് ഞങ്ങൾ റേസ് ചെയ്തത്. ഒന്ന് 18% ക്യാപ്പിംഗ്, പിന്നെ അഡ്ജുഡിക്കേഷൻ്റെ ഇഷ്യൂ ഉണ്ട്. കാരണം സ്റ്റേക്ക് ഹോൾഡേഴ്സ് അഡ്ജുഡിക്കേഷനിൽ ഇരുന്നാൽ അത് ജുഡീഷ്യൽ പ്രോസസ്സ് അല്ല. 3 മാനുഫാക്ചറിങ്ങും കൺസ്യൂമർ സ്റ്റേറ്റുകൾ വേറെയാണ്, അവരുടെ ഇൻട്രസ്റ്റ് നോക്കുന്ന കാര്യം. പിന്നെ 18% കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആക്കി കൊണ്ടുവരണം. അപ്പോൾ ഇത് ഞങ്ങളുടെ ക്രിയേഷനൊന്നുമല്ല, ഇത് ടെക്നിക്കലി കറക്റ്റ് ഒരു എക്സ്പീരിയൻസ് ഡോക്ടർ മൻമോഹൻ സിംഗ്, ചിദംബരംജി ഒക്കെ ഇരുന്ന് പ്ലാൻ ചെയ്ത് അതിൻ്റെ ആർക്കിടെക്ട് ഫൈനലൈസ് ചെയ്തിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ അതാണ് ഞങ്ങൾ അവിടെ ചർച്ചയ്ക്ക് കൊണ്ടുപോയത്. ഇപ്പോൾ ചർച്ചയിൽ വിഷയം അവരുടെ മുമ്പിൽ വെച്ചു. 7 മണിക്കാണ് ഈ മീറ്റിംഗ് നടന്നത്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ശ്രീ ആനന്ദ് ശർമ്മ, ഡെപ്യൂട്ടി ലീഡർ രാജ്യസഭ, അതിനുമുപരി ജ്യോതിരാദിത്യ സിന്ധ്യ, ഇവരൊക്കെ കൂടി ഡിസ്കഷനും ബാക്ക് ട്രാക്ക് ഒരു നെഗോസിയേഷനും നടക്കാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങളുടെ ഇൻട്രസ്റ്റുമാണ് GST പാസ്സാക്കുന്നത് എങ്കിലും നാഷണൽ ഇൻട്രസ്റ്റ് ആണ് ഇതിൽ ഏറ്റവും ഉയർന്ന ഒരു വിഷയം. നാഷണൽ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് ടാക്സേഷൻ പ്രോസസ്സിൽ ഒരു ഇൻ്റർനാഷണൽ പ്രോസസ്സ് ഉണ്ട്. ക്യാപ്പിംഗ് 18% എന്ന് പറയുമ്പോൾ ഈ ഗുഡ്സ് ഒരു രാജ്യത്തു നിന്ന് വേറെ രാജ്യത്തേക്ക് പോകുമ്പോൾ ആ ടാക്സേഷൻ അതിന്റെ സാങ്കേതികത്വത്തിലേക്കാണ് ശ്രീ ടോം വടക്കൻ താങ്കൾ പോകുന്നത്. ഇന്ന് സോണിയാഗാന്ധിയെയും മൻമോഹൻ സിംഗിനെയുമാണ് പ്രധാനമന്ത്രി ചായ് പേ ചർച്ചയ്ക്ക് വിളിച്ചത്. ഇവരല്ല കോൺഗ്രസിൻ്റെ 2 അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുന്ന ഘടകങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കയ്യിലാണ് കടിഞ്ഞാണുള്ളത്. സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും ഒക്കെ തന്നെയും രാഹുൽ ഗാന്ധി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നതിനനുസരിച്ചാണ് നീങ്ങുന്നത് എന്നതാണ് പൊതുവർത്തമാനം. ശ്രീ ടോം വടക്കൻ, എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഇന്നത്തെ ചായ് പേ ചർച്ചയിൽ പോയില്ല? 1. 2, ഇന്ന് പാർലമെൻറ്റിന് മുന്നിൽ വെച്ച് രാഹുൽ ഗാന്ധി ആവർത്തിച്ചു പറഞ്ഞിരുന്നു, ഞങ്ങൾ പാവപ്പെട്ടവരുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസിനും തയ്യാറല്ല എന്ന്. ഇന്നിപ്പോൾ 2 വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ ചുരുങ്ങി വന്നിട്ടുണ്ട് എങ്കിൽ പോലും 3 നിർദ്ദേശങ്ങൾ കൃത്യമായി രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. അതാണ് താങ്കൾ നേരത്തെ ഉദ്ധരിച്ചതും, ഞാനത് ആവർത്തിക്കുന്നില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ തീരുമാനത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ മൻമോഹൻ സിംഗിന് മുന്നോട്ട് പോകാനാകില്ല, സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പറയുന്നതിനപ്പുറത്തേക്ക് നീങ്ങില്ല എന്നുള്ളത് കൊണ്ട് ഇന്നത്തെ ചർച്ചയിൽ അതിപ്രധാനമായിരുന്നില്ലേ രാഹുൽ ഗാന്ധിയുടെ പങ്കാളിത്തം? അതൊഴിവായത് എന്തുകൊണ്ട്? മാത്രമല്ല, ഇക്കാര്യത്തിൽ ഒരു കോംപ്രമൈസുമായി പോവുക, എന്നിട്ട് ഗവൺമെൻറ്റുമായി സമവായത്തിലെത്തുക എന്നുള്ളതൊക്കെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സാധ്യമാണോ? ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം JDUവിൻ്റെ അവിടുത്തെ വിജയം, അത് കഴിഞ്ഞതിന് ശേഷം ദേശീയ തലത്തിൽ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി പോവുക. അപ്പോൾ ഗവൺമെൻറ്റിന് കുറേ കൂടി ഗവൺമെൻറ്റുമായി സമവായത്തിലെത്തി ഒരു പാർലമെൻറ്റ് സമ്മേളനത്തിൽ സുഗമമായി കാര്യങ്ങൾ കൊണ്ടുപോവുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഇൻട്രസ്റ്റ് ആയിരിക്കുമോ? നികേഷ്, ഇത് കോൺഗ്രസിൻ്റെ ഇൻട്രസ്റ്റോ രാജ്യത്തിൻ്റെ ഇൻട്രസ്റ്റോ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നാഷണൽ ഇൻട്രസ്റ്റ് ആണ് പ്രൈം ഇമ്പോർട്ടൻസ്. നാഷണൽ ഇമ്പോർട്ടൻസിൽ ശ്രീ രാഹുൽ ഗാന്ധിയും ഈ വിഷയത്തിൽ ഈസ് ഓൺ ബോർഡ്. ആദ്യത്തെ കാര്യം കൺസ്യൂമേഴ്സിനെ പറ്റി പറഞ്ഞതാണ് വിഷയം. ഇവിടെ ഈ ഇഷ്യൂസ് 3-4 പോയിന്റുകൾ എടുത്ത് പറഞ്ഞത്, അത് കംപ്ലീറ്റ് ഒരു കൺസെൻസസ് ആണ് കോൺഗ്രസ് പാർട്ടിയുടെയും കോൺഗ്രസ് വൈസ് പ്രസിഡന്റിൻ്റെ ഭാഗത്തുനിന്നും. ഇത് ഫർദർ ഡിസ്കഷനിൽ ഞങ്ങളുടെ പാർട്ടി ഹൈക്കമാൻഡിൻ്റെ ഇടയിലും പാർട്ടിയിലെ എക്കണോമിക് എക്സ്പേർട്സും ഇത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങളുടെ ഡിസിഷൻ ഒരു കൺസെൻസസ് ഡിസിഷനായിട്ടാണ് ഇമർജ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായും നാഷണൽ ഇൻട്രസ്റ്റ് ആണ് ഞങ്ങളുടെ ശ്രദ്ധ. ഇപ്പോൾ ഞങ്ങളുടെ ഐഡിയോളജിയോ പാർട്ടിയുടെ പൊസിഷനോ
അതൊക്കെ ഞങ്ങൾ മാറ്റി നിർത്തി നാഷണൽ ഇൻട്രസ്റ്റിലാണ് ഞങ്ങൾ ഇത് കാണുന്നത്. അങ്ങനെ വേണമല്ലോ പറയാൻ ഷീറ്റോ വടക്കൻ. ദയവായി തുടരുക. ശ്രീ പി കരുണാകരൻ, ഇന്നത്തെ നരേന്ദ്രമോദിയുടെ പ്രസംഗം ഒരുപാട് ആശങ്കകൾ അകറ്റിയോ? ഉദാഹരണത്തിന് സമീപകാലത്തുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡിബേറ്റ് അസഹിഷ്ണുതയായിരുന്നു. അസഹിഷ്ണുത നേരിട്ട് പരാമർശിച്ചില്ല എങ്കിൽ തന്നെയും പ്രധാനമന്ത്രിക്ക് പറയാൻ കഴിയുന്ന വിധത്തിൽ അദ്ദേഹം പാർലമെൻറ്റിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കിയില്ലേ? ഇപ്പോൾ ഇന്ത്യ എന്ന ഒറ്റ മതമേ തൻ്റെ സർക്കാരിനുള്ളൂ, ഏക മതഗ്രന്ഥം ഭരണഘടനയാണ്, വൈവിധ്യം നിറഞ്ഞ ഇന്ത്യയിൽ ഭരണഘടന നമ്മളെ ഒരുമിപ്പിച്ച് നിർത്തുന്നു തുടങ്ങിയ കാര്യങ്ങൾ നരേന്ദ്രമോദിയിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ആശ്വസിക്കാൻ കഴിയുന്നില്ലേ? യഥാർത്ഥത്തിൽ ഈ 1.5 വർഷത്തെ ഇന്ത്യ ഭരണത്തിലുണ്ടായിട്ടുള്ള ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത സംഭവങ്ങൾ, നികേഷ് കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിൽ തന്നെ വന്ന സംഭവങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഒരു കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞു ഗീതയാണ് പ്രധാനമായിട്ടും വായിക്കേണ്ടതെന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട എന്നെപ്പോലൊരു MP പറഞ്ഞു പാർലമെൻറ്റിൽ തന്നെ ഗോഡ്സെയും ഗാന്ധിയും ഈക്വലാണെന്നുള്ളത്. താജ്മഹൽ തന്നെ അടിച്ചു പൊളിക്കേണ്ടതാണ് എന്നുള്ള പരാമർശം BJP നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നത്. നിർബന്ധമായിട്ടുള്ള മതപരിവർത്തനം നടപ്പിലാക്കുമെന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഈ സംഭവങ്ങൾ കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ നമ്മുടെ രാജ്യത്തിലാകെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അത് കേൾക്കാതിരിക്കാൻ പ്രധാനമന്ത്രിക്കോ BJPക്കോ കഴിയില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സമവാക്യത്തിലേക്ക് അല്ലെങ്കിൽ സമീപനത്തിലേക്ക് വരുന്നു എന്നുള്ളത് ശരിയാണ്. കാരണം ബീഹാറിലുണ്ടായിട്ടുള്ള പരാജയം, UP യിലുണ്ടായിട്ടുള്ള പരാജയം, മധ്യപ്രദേശിൽ ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ, കാര്യങ്ങൾ അതെല്ലാം ഉപരിയായിട്ട് ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് പറയാൻ വേണ്ടി കഴിയുക? ഈ കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ശാസ്ത്രകാരന്മാർ, കുൽബർഗിയെ പോലുള്ള ആൾക്കാർ, പൻസാരയെ പോലുള്ള ആൾക്കാർ പരസ്യമായിട്ട് കൊലയപ്പെടുന്ന സംഭവങ്ങളും കാര്യങ്ങളും, രാത്രി സംഭവം, ബീഫുമായി ബന്ധപ്പെട്ട സംഭവം, ബീഫ് കഴിക്കണമെങ്കിൽ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ രാജ്യത്തിൻ്റെ ഇൻ്റലക്ച്വൽ മേഖലയിലായാലും അതുപോലെ തന്നെ പൊതുവിലായാലും വളരെ ശക്തമായിട്ടുള്ള വിമർശനം, പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ട്. BJPക്ക് അത് കാണാതിരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് കഴിഞ്ഞ പാർലമെൻറ്റിൽ അതിനുമുമ്പത്തെ പാർലമെൻറ്റുകൾ എടുത്തു നോക്കുക. അവിടെ എന്താ പറയുന്നത്? ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട്, ആ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ഇപ്പം നമ്മുടെ രാജ്യത്തിൽ ഉയർന്നു വന്ന ഒട്ടേറെ നിയമനിർമ്മാണങ്ങൾ, ആ നിയമനിർമ്മാണങ്ങളിൽ ഒന്നുപോലും സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടാൻ തയ്യാറായില്ലല്ലോ. ഞങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞു? 44-ൽ 4 മാത്രമാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിട്ടത്. എന്താ കാരണം? ഞങ്ങൾക്ക് പാർലമെൻറ്റിൽ പൂർണ്ണമായിട്ടുള്ള അധികാരമുണ്ട്, ഭൂരിപക്ഷമുണ്ട്. ആ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് തൊഴിൽ ഭേദഗതി നിയമങ്ങൾ ഞങ്ങൾക്ക് എത്രയോ ഭേദഗതി കൊടുത്താണല്ലോ, പക്ഷെ അംഗീകരിക്കാൻ വേണ്ടി തയ്യാറായില്ല. മാത്രമല്ല അത് എവിടം വരെ എത്തി? രാജ്യസഭയിൽ പോയാൽ ഇതൊക്കെ യഥാർത്ഥത്തിൽ വിജയിക്കില്ല. അതുകൊണ്ട് പല ബില്ലുകളും മണി ബില്ലുകളായി സ്പീക്കർ ഉപയോഗിച്ചുകൊണ്ട് പാസ്സാക്കാനുള്ള സമീപനമടക്കം ആണല്ലോ ചെയ്തത്. അതിൽ നിന്നുള്ളൊരു മാറ്റം കാണാൻ വേണ്ടി കഴിയും. ആ മാറ്റത്തിനുള്ള 2 തലങ്ങളുണ്ട്. ഒന്ന്, GST ബില്ല് പാസ്സാക്കേണ്ടതുണ്ട്, അതിന് സഹായം വേണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, 1.5 വർഷമായി ഈ ഭരണത്തിനെതിരെ ഉയർന്നു വന്ന വലിയ പ്രതിഷേധങ്ങൾ, അത് യഥാർത്ഥത്തിൽ കാണാതിരിക്കാൻ സാധിക്കത്തില്ല. ആ മാൻഡേറ്റ് തന്നെയാണ് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഉത്തർപ്രദേശെ സംബന്ധിച്ചും ഉണ്ടായിട്ടുള്ളത്. ഈ ചുറ്റുപാടിൽ പ്രധാനമന്ത്രി കുറേയേറെ മാറിയിട്ടുണ്ട് പ്രസംഗത്തിൽ. ഇതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ പ്രസംഗം എടുത്തു നോക്കുക. ആദ്യം ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് പ്രധാനമന്ത്രി പറഞ്ഞ ഒരു വാചകം തന്നെയാണ് ഇന്ന് പറഞ്ഞത്. ഞാൻ നിങ്ങളെപ്പോലെ ഒരാളാണ്, എനിക്ക് പുതുതായിട്ടൊന്നും അറിയില്ല. പക്ഷെ ആ പ്രധാനമന്ത്രിയാണ് 1.5 വർഷത്തിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച പാർലമെൻറ്റിൽ വരുന്ന സമയത്ത് ലൈബ്രറിയിൽ പോയിട്ട് ലൈബ്രറി ഹാളിൽ ചർച്ച ചെയ്യും, അതേപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ ചർച്ച ചെയ്യും. പക്ഷേ പാർലമെൻറ്റിലേക്ക് വന്നില്ലല്ലോ. ഇപ്പോൾ IPL പ്രശ്നമായാലും അതുപോലെ തന്നെ മോഡി പ്രശ്നമായാലും വന്ന സമയത്ത് അവിടെ ഇതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ആ ഭൂരിപക്ഷം കൊണ്ട് മാത്രം ഗവൺമെൻറ് പോകാൻ കഴിയില്ല എന്നതിൻ്റെ തെളിവാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പാർലമെൻറ്റ് സമ്മേളനം. ആ പാർലമെൻറ്റ് സമ്മേളനം തടസ്സപ്പെട്ടതിനെ ഇപ്പോൾ രമേശ് ഉൾപ്പെടെയുള്ള ആൾക്കാർ വിമർശിച്ചു. പക്ഷെ നിങ്ങളെന്താ ചെയ്തത്? മുമ്പ് 2G സബ്ജക്റ്റിൻ്റെ പ്രശ്നത്തിൽ നിങ്ങളും അതുപോലെ തന്നെ ശരിയാണ്, അതിലേക്ക് വരാം ഞാൻ. പി കരുണാകരൻ, ഡോക്ടർ TM തോമസ് ഐസക്, മുൻ ധനമന്ത്രി. ഡോക്ടർ ഐസക്, GST സംബന്ധിച്ച് ഇന്ന് ഇതാദ്യമായി NDA സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതാദ്യമായി മൻമോഹൻ സിംഗിനെയും സോണിയാഗാന്ധിയെയും GST അടക്കമുള്ള നിയമനിർമ്മാണ വിഷയങ്ങൾ കഴിഞ്ഞ 2 സെഷനുകൾ പൊലിഞ്ഞു പോയല്ലോ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന്.
ഇതാദ്യമായി ചർച്ചയ്ക്ക് ക്ഷണിക്കുകയും ഏതാണ്ട് 1 മണിക്കൂർ 10 മിനിറ്റ് ചർച്ച ഇരു നേതാക്കളുമായി നടത്തുകയും അതിനുശേഷം അരുൺ ജെയ്റ്റ്ലി പുറത്തേക്ക് വരികയും കോൺഗ്രസ് 3 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്നും ഈ 3 നിർദ്ദേശങ്ങളിൽ സർക്കാരിൻ്റെ നിലപാട് എന്താണ് എന്ന് സർക്കാർ വിശദീകരിക്കുകയും ഇക്കാര്യത്തിൽ അടുത്ത ഘട്ടത്തിലേക്ക് ചർച്ച തീരുമാനിക്കുകയും ചെയ്തു എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനിടയിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലും ഗവൺമെൻറ് കോൺഗ്രസ് പാർട്ടിയുടെ നിർദ്ദേശത്തിലും കൂടുതൽ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകും എന്നുമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. താങ്കൾക്കറിയാമല്ലോ 3 നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് കോൺഗ്രസ്. ഒന്ന് 1% ടാക്സ് ഫോർ മാനുഫാക്ചേഴ്സ്, രണ്ടാമത്തേത് കോൺസ്റ്റിറ്റ്യൂഷണൽ ക്യാപ്പ് 18%, പിന്നെ ഒരു സ്വതന്ത്ര ഡിസ്പ്യൂട്ട് മെക്കാനിസം. ഈ 3 കാര്യങ്ങളാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഒരു ചർച്ച കൊണ്ടത് പരിഹരിക്കാൻ കഴിയുന്നതല്ല. ഇനിയും ദീർഘകാലം GST ഇങ്ങനെ നടക്കാതെ പോവുകയാണ് എങ്കിൽ അത് വലിയ പരാധീനതയായി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് മുമ്പിൽ അത് മാറില്ലേ? 1, 2 ഈ 3 വ്യവസ്ഥകൾ തന്നെയാണോ യഥാർത്ഥത്തിൽ ഇടതുപക്ഷവും ഉന്നയിക്കുന്നത്? ഈ നിയമം BJPയുടെ ഇടപെടൽ മൂലമാണ് 5 വർഷം മുമ്പ് നടപ്പാക്കാൻ പറ്റാതെ പോയത്. അവിടെ എംപവേർഡ് കമ്മിറ്റി മിനിസ്റ്റേഴ്സിൻ്റെ BJP അടക്കം മന്ത്രിമാരിരുന്ന് ആലോചിച്ച് ഏതാണ്ട് എല്ലാ കാര്യത്തെക്കുറിച്ചും സംസ്ഥാനങ്ങൾ തമ്മിൽ അഭിപ്രായ ഐക്യം വന്നതാണ്. ആ ഒരു ഘട്ടത്തിലാണ് പെട്ടെന്ന് നമ്മുടെ മധ്യപ്രദേശ് രാഘവ്ജിയാണ്, അദ്ദേഹത്തോട് സംസാരിക്കാൻ വലിയ പ്രയാസമാണ്. അദ്ദേഹം പെട്ടെന്ന് ഉൾവിളി കാണുകയാണ്, സംസ്ഥാനങ്ങളുടെ അധികാരം കവരുന്നതാണ് എന്ന് മാത്രമല്ല ടോട്ടലി ബാലിശമായിട്ടുള്ള കാര്യങ്ങൾ. മോഡിയായിരുന്നു ഗുജറാത്ത് ചീഫ് മിനിസ്റ്റർ. മോഡിയുടെ ധനമന്ത്രിയുടെ വാദം എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡെസ്റ്റിനേഷൻ ടാക്സാണ്, അത് പോരാ, ഒറിജിനേഷൻ എവിടെയാണോ സപ്ലയേഴ്സിൻ്റെ ആയിരിക്കണം ടാക്സ് കിട്ടേണ്ടത് എന്നുള്ള വാദം. ഇങ്ങനെ വിദണ്ഡ വാദങ്ങൾ വെച്ച് അവിടുത്തെ ചർച്ച സ്തംഭിപ്പിച്ചു. കോൺഗ്രസിൻ്റെ ഒരു സംഭാവനയുണ്ട്, അവരുടെ നഷ്ടപരിഹാരം കൊടുക്കുന്നതിൽ പിടിച്ചു വെക്കുക തുടങ്ങിയ കാര്യങ്ങൾ. അങ്ങനെ 5 വർഷം മുമ്പ് പാസ്സാവേണ്ടുന്ന ഈ നിയമം വെച്ച് താമസിപ്പിച്ചത് ഈ ഇടപെടലിൻ്റെ ഫലമായിട്ട്. അതുകൊണ്ട് ഇന്നിപ്പോൾ BJP വലിയ പുണ്യാളം ചമയേണ്ട, പ്രതിപക്ഷം സഹകരിക്കുന്നില്ല, നടപ്പാക്കാൻ പറ്റുന്നില്ല. പ്രതിപക്ഷത്തിൽ നിന്നപ്പോൾ BJP ചെയ്തതും ഇത് തന്നെ ഡിറ്റോ. അപ്പോൾ ഞാൻ ആദ്യം കോൺഗ്രസിൻ്റെ പരിപാടി കണ്ടപ്പോൾ വിചാരിച്ചു അത് കൊള്ളാമല്ലോ, BJP ചെയ്തത് തന്നെ ഇപ്പോൾ അവരും തിരിച്ചങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനിപ്പോൾ ഇങ്ങനെ നീണ്ടു പോകാൻ പറ്റത്തില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ് ഈ നികുതി സമ്പ്രദായം വരുന്നത്. സംസ്ഥാനങ്ങൾക്ക് VAT അംഗീകരിച്ചപ്പോൾ നമ്മുടെ അവകാശങ്ങൾ ഒരുപാട് അടിയറവ് വെക്കപ്പെട്ടു. ഇനി ഇത് കൂടുതൽ നമുക്ക് അവകാശം കിട്ടാമെന്നല്ലാതെ കുറയുന്നില്ല. അതുകൊണ്ട് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നിയമം വരുന്നത് നല്ലതാണ്. പക്ഷേ ഉന്നയിച്ചിരിക്കുന്ന വിമർശനം ശരിയാണ്. അന്ന് ഗുജറാത്ത് ഉന്നയിച്ച വിമർശനമുണ്ടല്ലോ, കേരളം പോലുള്ള ഡെസ്റ്റിനേഷൻ കൺസ്യൂമിങ് സ്റ്റേറ്റിലാണ് ഇപ്പോൾ നികുതിയെല്ലാം അവസാനം ഇവിടെ കൺസ്യൂം ചെയ്യുന്നു, ആ പോയിന്റിലേക്കാണ് മുൻപ് പിരിച്ച നികുതിയൊക്കെ എത്തുന്നത്. അതല്ല, എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ കൊടുക്കണമെന്നായിരുന്നു ഗുജറാത്ത് അന്ന് വാദിച്ചത്. ഇപ്പോൾ ഗുജറാത്തിൻ്റെ ആ വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ കയറ്റുമതി ചെയ്യുന്ന സപ്ലൈ ചെയ്യുന്ന സംസ്ഥാനങ്ങൾക്ക് 1% അഡീഷണലായിട്ട് നികുതി ഇപ്പോൾ CST പിരിക്കുന്ന പോലെ പിരിക്കാൻ വേണ്ടി അനുവാദം കൊടുക്കാം എന്നൊരു ധാരണ എത്തിയിരിക്കുന്നു. ഇത് GSTയുടെ തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒന്നായിട്ടാണ് ഞാനും കരുതുന്നത്. ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശിച്ചാൽ ഒരു കൗൺസിലുണ്ട്. ഈ കൗൺസിൽ കേന്ദ്രത്തിന് 3-1 വോട്ടുണ്ട്. അതേസമയത്ത് 75% വോട്ട് കിട്ടിയാൽ മാത്രമേ പരിപാടി എന്തെങ്കിലും പാസ്സാക്കാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ സംസ്ഥാനങ്ങൾ ഇന്ത്യയിലെ മുഴുവൻ ഒരുമിച്ച് തീരുമാനിച്ചാലും കേന്ദ്രം എതിർത്താൽ ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിൽ തീരുമാനമെടുക്കാൻ കഴിയത്തില്ല. ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന വിരുദ്ധ നിലപാട് എന്ന് ഞാൻ പറയും. ഞങ്ങളന്ന് എംപവേർഡ് കമ്മിറ്റി ചർച്ച ചെയ്തപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും എത്തിച്ചേർന്നൊരു ധാരണയുണ്ട്. ആ ധാരണ ഇന്നിപ്പോൾ കോൺഗ്രസും പറയുന്നില്ല, BJPയും പറയുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ GSTയിൽ കേന്ദ്രത്തിൻ്റെ നികുതിയുണ്ട്, സംസ്ഥാനത്തിൻ്റെ നികുതിയുണ്ട്, ഇപ്പോൾ തുല്യമാണ്. അന്ന് ഞങ്ങൾ എത്തിച്ചേർന്നത് ചരിത്രപരമായിട്ട് കേന്ദ്ര സംസ്ഥാന ധനകാര്യ ബന്ധങ്ങളിലുള്ള അസന്തുലിതാവസ്ഥ പരിഗണിച്ചുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ഉയർന്നൊരു നിരക്ക് വേണം എന്നുള്ള നിലപാട്. വെച്ചാൽ റവന്യൂ ന്യൂട്രൽ റേറ്റ് അല്ല,
ഫെയർ റേറ്റാണ് വേണ്ടത് എന്നുള്ള തത്വം അംഗീകരിച്ചു. ഇന്നിപ്പോൾ അതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. ഇൻ്റർസ്റ്റേറ്റ് കൗൺസിലിൽ പിന്നീട് തീരുമാനിക്കുന്ന കാര്യമായിരിക്കാം. പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് ഇടതുപക്ഷം കാണുകയാണ്. ഡോക്ടർ ഐസക്, ഒരു ഒറ്റ കാര്യം കൂടി താങ്കളിൽ നിന്ന് ഞാൻ പെട്ടെന്ന് മടങ്ങിക്കോളാം. ഒന്ന്, ഈ സപ്ലൈ ചെയ്യുന്ന സംസ്ഥാനങ്ങൾക്ക് 1% അഡീഷണൽ നികുതി ഇത് പിൻവലിച്ചേ തീരൂ എന്ന നിലപാടിലാണ് രാഹുൽ ഗാന്ധി. രണ്ടാമത്തേത് കോൺസ്റ്റിറ്റ്യൂഷണൽ ക്യാപ്പ് 18%, അതിനപ്പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ക്യാപ്പ്. ഇത് രണ്ടും അതിപ്രധാനമാണോ? ഇത് രണ്ടിൽ നിന്നും 1 ഇഞ്ച് പോലും പിൻവാങ്ങാൻ തയ്യാറല്ല. ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രം, ഈ 2 ഉപാധികൾ അംഗീകരിച്ചതിന് ശേഷം മാത്രം മതി നെഗോഷിയേഷൻ പോലും എന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിട്ടുള്ളത്. പിന്നെ ഈ ഡിസ്പ്യൂട്ട് മെക്കാനിസം ഒക്കെ വേണമെങ്കിൽ ചെയ്യാമല്ലോ. മറ്റേ 2 നിർദ്ദേശങ്ങൾ പാലിക്കാൻ ഗവൺമെൻറ്റിന് കഴിയുകയാണെങ്കിൽ GST അടുത്ത ആഴ്ച രാജ്യസഭയിലെത്തും. ഇത് ശരിയായ നിലപാടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ ക്യാപ്പ് 18% വെക്കേണ്ട കാര്യം എന്താ? ഇൻ്റർസ്റ്റേറ്റ് കൗൺസിൽ ഇപ്പോൾ നമ്മൾ നിരക്ക് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിലൊരു മാറ്റം വരുത്തണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ സമ്മതം കൂടിയേ തീരൂ, അല്ലാതെ പറ്റത്തില്ല. 2, കേന്ദ്രം മാത്രം പോരാ, ഇന്ത്യയിലെ പാതി സംസ്ഥാനങ്ങളിലെങ്കിലും സമ്മതം വേണ്ടി വരും. അപ്പോൾ പിന്നെ എന്തിനാണ് അതിൻ്റെ മുകളിലൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഒരു ക്യാപ്പ് കൊണ്ടുവരുന്നത്? യഥാർത്ഥത്തിൽ നമ്മുടെ പാർലമെൻറ്റിൻ്റെ അധികാരങ്ങളെ സ്വയം ഒരു നിയമം, ഗവർണൻസ് ബൈ റൂൾസ്, ജനങ്ങളോട് എന്ത് പറയുന്നു, നമുക്ക് നാടിന് എന്ത് വരുമാനം ആവശ്യമുണ്ടെന്നുള്ളതല്ല. ചില വിദ്വാന്മാരുണ്ടാക്കിയിരിക്കുന്ന നിരക്കുകൾ വെച്ച് ഇനി പാടുള്ളൂ ഭാവിയിൽ എന്ന് പറയുന്നത് തെറ്റ്, യോജിക്കാൻ കഴിയില്ല. രണ്ടാമത്തത്, ഞാൻ പറഞ്ഞല്ലോ, GST എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ അംഗീകരിച്ചത് ഡെസ്റ്റിനേഷൻ ടാക്സ് ആണ്. എവിടെയാണോ അവസാനം കൺസ്യൂം ചെയ്യുന്നത് ആ സംസ്ഥാനത്തിലേക്ക് മറ്റ് സംസ്ഥാനത്തിൽ നിന്ന് വന്ന ചരക്കാണെങ്കിൽ അവിടെ പിരിച്ച നികുതി ഇവിടെ കൊടുക്കണം. അതിനൊരു മെക്കാനിസം ഉണ്ടാക്കുന്നുണ്ട്, കമ്പ്യൂട്ടർ ബേസ്ഡ് മെക്കാനിസം ഉണ്ട്. പക്ഷേ ഇപ്പം എന്താ പറയുന്നത്? അതിനെതിരായിട്ട് ഗുജറാത്ത് അന്ന് മോഡിയുടെ നിലപാടെടുത്തു. അങ്ങനെയല്ല, നേരെ മറിച്ചാണ് വേണ്ടതെന്നുള്ളത്. ഒരു സംശയം വേണ്ട, ബാക്കി സംസ്ഥാനങ്ങളെല്ലാം എതിർത്തതിനെ. ഇപ്പോൾ പറയുന്നൊരു കോംപ്രമൈസ് ഫോർമുലയാണ്. എന്നാൽ 1% അവർക്ക് വേറൊരു നികുതി എന്ന് വെച്ചാൽ ഇവിടെ GST വന്നാലും സീംലെസ് ഫ്ലോ ഓഫ് കമ്മോഡിറ്റീസ് ഉണ്ടാവില്ല. ഈ പുതു നികുതിയിൽ നിന്ന് വേറിട്ട് ഇന്നിപ്പോൾ CST ഉള്ളതുപോലെ 1% നികുതി നിൽക്കും. അത് തെറ്റാണ്. ഇവിടെ ശ്രീ MT രമേശ്, ഇന്ന് നെഹ്റുവിനെ കുറിച്ച്, മൗലാന ആസാദിനെ കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗത്തിൽ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. ഒരിക്കൽ അടൽജിയെക്കുറിച്ച് പറഞ്ഞു എന്നതല്ലാതെ സ്വാതന്ത്ര്യ സമര നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ, അവരെക്കുറിച്ചുള്ള അപദാനങ്ങൾ പാടുകയായിരുന്നു നരേന്ദ്രമോദി തൻ്റെ പ്രസംഗത്തിൽ. പക്ഷേ രാജ്യസഭയിൽ അതിൻ്റെ സഭാ നേതാവായ അരുൺ ജെയ്റ്റ്ലി അഡോൾഫ് ഹിറ്റ്ലറെയാണ് ഉദ്ധരിച്ചത്. അഡോൾഫ് ഹിറ്റ്ലറാണ് ജർമ്മനിയാണ് അഡോൾഫ് ഹിറ്റ്ലർ. ഈ നിലയിൽ റുഡോൾഫ് ഹിസിൻ്റെ 1933 പ്രസംഗം ഒന്ന് കോൺഗ്രസിനെ തോണ്ടുകയും വേണം, സമവായം മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം. തീർച്ചയായും രാഷ്ട്രീയം പറയാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാകില്ല. ജനാധിപത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് അത്. പക്ഷേ ആ ഒരു ഉള്ളു തുറന്ന ഒരു ഹസ്തദാനമുണ്ടല്ലോ, അത് ഉണ്ടെങ്കിൽ മാത്രമേ രാജ്യത്തിൻ്റെ നിയമനിർമ്മാണ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകാനാകൂ എന്ന തിരിച്ചറിവ് ഇപ്പോഴും BJPക്കില്ലേ? അല്ല, രാഷ്ട്രീയ കാര്യങ്ങൾ പരാമർശിച്ചത് BJP മാത്രമല്ലല്ലോ. ഇപ്പോൾ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പരാമർശിക്കാതെ ഒരു ഭരണഘടനയെക്കുറിച്ചുള്ള പ്രസംഗം എങ്ങനെ പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കും? അത് കോൺഗ്രസിനെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രസംഗമല്ല. കാരണം ഭരണഘടനയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അംബേദ്കർ ഉൾപ്പെടെയുള്ള അന്നത്തെ ഭരണഘടനാ നിർമ്മാതാക്കൾ നടത്തിയിട്ടുള്ള സംഭാവനകളെ കുറിച്ച് പറയുമ്പോൾ ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും ജവഹർലാൽ നെഹ്റുവിനെ മറക്കാൻ കഴിയില്ല. നെഹ്റുവിൻ്റെ നിലപാടുകളുടെ വിരോധമുണ്ടായിരിക്കാം, പക്ഷേ ഇന്ത്യയുടെ ഭരണഘടന രൂപവൽക്കരിക്കുന്ന കാര്യത്തിൽ
ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് ഭാരതം മാറുന്ന ഒരു സാഹചര്യത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പങ്കിനൊക്കെ വിസ്മരിച്ചുകൊണ്ട് ഒരാൾക്കും പ്രസംഗിക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ടാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഭരണഘടനയുടെ തത്വങ്ങളെക്കുറിച്ച് പറയുമ്പോഴും ഭരണഘടന രൂപപ്പെട്ടു വന്ന സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും സ്വാഭാവികമായിട്ടും ഒന്നാമത്തെ ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ നടന്നിട്ടുള്ള ഏറ്റവും നല്ല സമവായത്തിന്റെ സാഹചര്യമായിരുന്നു. കാരണം അന്നത്തെ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഉള്ളത് ഉന്നത ശീർഷരായിട്ടുള്ള ആളുകളായിരുന്നു. അതിനെക്കുറിച്ച് നരേന്ദ്രമോദി സൂചിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമാണ് റാം മനോഹർ ലോഹിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ജവഹർലാൽ നെഹ്റുവിനെ അത് നിശ്ചിതമായിട്ട് ലോഹി വിമർശിച്ചപ്പോഴും അതിനുശേഷം ജവഹർലാൽ നെഹ്റു രാം മനോഹർ ലോഹിയോട് ഹസ്തദാനം ചെയ്തതിനെ കുറിച്ച് നരേന്ദ്രമോദി പ്രസംഗിച്ചത് രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കാര്യമാണ്. പക്ഷെ അതിനപ്പുറത്ത് ഈ ഗവൺമെന്റ് രാഷ്ട്രീയമായിട്ട് കോൺഗ്രസ് വിമർശിച്ചിട്ടുണ്ടല്ലോ. ഇന്ന് രാജ്യസഭയിൽ അസഹിഷ്ണുതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അടിയന്തരാവസ്ഥയെ വിസ്മരിച്ചുകൊണ്ട് ആർക്കെങ്കിലും അസഹിഷ്ണുതയെക്കുറിച്ച് പറയാൻ സാധിക്കുമോ? അത് പറഞ്ഞ ഘട്ടത്തിലാണ് ഇന്ദിരാഗാന്ധിയെ ഹിറ്റ്ലറോട് ഉപമിച്ചത്. സത്യത്തിൽ അരുൺ ജെയ്റ്റ്ലി അല്ല ആദ്യമായിട്ട് ഇന്ദിരാഗാന്ധിയെ ഹിറ്റ്ലറോട് ഉപമിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാർ നടത്തിയിട്ടുള്ള ഒരു ഉദാഹരണം ഇന്ന് ആവർത്തിക്കുക മാത്രമേ അരുൺ ജെയ്റ്റ്ലി ചെയ്തിട്ടുള്ളൂ. അത് കോൺഗ്രസ് എടുത്തിട്ടുള്ള നിലപാടുകളാണ്. പക്ഷേ പാർലമെന്റിന്റെ അകത്തും പുറത്തും നടക്കേണ്ട സമവായവും ഈ രാഷ്ട്രീയ പ്രശ്നങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. സമവായം പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരേപോലെ ആവശ്യമാണ്. ഞാൻ നേരത്തെ GSTയുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ ഇവിടെ നടത്തുക, അതിന്റെ ഒരു വിശദീകരണം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, 5 വർഷം മുമ്പത്തെ കാര്യമാണ് ബഹുമാനപ്പെട്ട തോമസ് ഐസക് ഇവിടെ പറഞ്ഞത്. പക്ഷെ 5 വർഷത്തിന് ശേഷം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ എല്ലാ മുഖ്യമന്ത്രിമാരും ഒരുമിച്ച് കൂടി അന്നത്തെ UPA ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള GST ബില്ലിന് തത്വത്തിൽ അനുമതി നൽകിയതാണ്. അത് അന്ന് ഈ UPA ഗവൺമെന്റ് മുമ്പോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം ധനകാര്യമന്ത്രി പറഞ്ഞു ആ ഘട്ടത്തിൽ ഒന്നും തന്നെ ഇന്ന് കോൺഗ്രസ് മുമ്പോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് കൃത്യമായി ആധികാരികമായി അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു. പിന്നെ കോൺഗ്രസുമായിട്ട് എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല? ധനകാര്യമന്ത്രി പറഞ്ഞു പാർലമെന്റ് സമ്മേളനത്തിന് വെളിയിൽ കോൺഗ്രസിന്റെ ഒരുപാട് നേതാക്കന്മാരുമായിട്ട് അനൗപചാരികമായി GST ബിൽ പാസ്സാക്കുന്നതിന് എന്താണ് തടസ്സമെന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞത് രാഷ്ട്രീയ തടസ്സം മാത്രമാണ്. ഇങ്ങനെ 3 നിർദ്ദേശങ്ങൾ കൂടി പെടുത്തിയാൽ മാത്രമേ ബില്ല് പാസ്സാക്കാൻ കഴിയുള്ളൂ എന്ന് ഇപ്പോഴാണ് കോൺഗ്രസ് പറയുന്നത്. ബാംഗ്ലൂരിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു ഒഫീഷ്യലായിട്ട് ചർച്ച നടത്തിയില്ല. ഒഫീഷ്യലായിട്ട് ചർച്ച നടത്തിയാൽ മാത്രമേ ഞങ്ങൾ പിന്തുണയ്ക്കുകയുള്ളൂ. അത് ആദ്യമായിട്ട് പറയുകയാണ്. ഇന്നിപ്പോ ഒഫീഷ്യലായിട്ട് പ്രധാനമന്ത്രി 32 രാഷ്ട്രീയ പാർട്ടികളിൽ 30 പാർട്ടികളുമായി ചർച്ച നടത്തുക, കോൺഗ്രസിനെ മാറ്റി നിർത്തുക എന്നുള്ള ഒരു നിലപാട് നിങ്ങൾ സ്വീകരിച്ചിരുന്നു. സ്വാഭാവികമായും കോൺഗ്രസും വാശി കാണിച്ചു. ഒരുതരം ഇൻടോളറൻസ് ഈ കാര്യത്തിൽ നിങ്ങൾക്കുണ്ട് എന്നാണ് കോൺഗ്രസിന്റെ വാദം. ശ്രീ ടോം വടക്കൻ, ഇന്ന് അരുൺ ജെയ്റ്റ്ലി പറഞ്ഞതിൽ എന്താണ് തെറ്റ്? DK ബറുവ ഇന്ദിരയാണ് ഇന്ത്യ, ഇന്ത്യയാണ് ഇന്ദിര എന്ന് പറഞ്ഞതുപോലെ 1933 അല്ലെങ്കിൽ DK ബറുവ ഒരുപക്ഷെ അനുകരിച്ചിട്ടുണ്ടാവുക അഡോൾഫ് ഹിറ്റ്ലറുടെ മുഖ്യ ഉപദേശകനെയാണ്. അന്ന് അഡോൾഫ് ഹിറ്റ്ലറെ കുറിച്ച് ജർമ്മൻ പാർലമെൻറ്റിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇന്ന് അരുൺ ജെയ്റ്റ്ലി ഉദ്ധരിച്ചത്. അഡോൾഫ് ഹിറ്റ്ലർ ഈസ് ജർമ്മനി ആൻഡ് ജർമ്മനി ഈസ് അഡോൾഫ് ഹിറ്റ്ലർ. ഇത് പറയുന്നതിലൂടെ എന്താണ് അരുൺ ജെയ്റ്റ്ലി ഉദ്ദേശിക്കുന്നത്? ഭരണഘടനയെ അസ്ഥിരപ്പെടുത്തി ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യുന്ന അടിയന്തരാവസ്ഥ കൊണ്ടുവരാൻ ഇന്ദിരാഗാന്ധിക്ക് മാത്രമേ 1975 മുതൽ 77 വരെയുള്ള കാലഘട്ടത്തിൽ കഴിയുമായിരുന്നുള്ളൂ. പിന്നീട് വന്ന മൊറാർജി ദേശായി ജനങ്ങളുടെ സ്വാതന്ത്ര്യം ഭരണഘടനയിൽ അനുവദിച്ചു കൊടുത്തതോടുകൂടി ഇനി ഒരു നേതാവിനും ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്താനോ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് കടിഞ്ഞാണിടാനോ കഴിയില്ല എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടി ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. അത് ചൂണ്ടിക്കാണിക്കും എപ്പോഴൊക്കെ അസഹിഷ്ണുതാ വിവാദം ഉണ്ടാകുമ്പോൾ, എപ്പോഴൊക്കെ ജനാധിപത്യം അപകടപ്പെടുന്നു എന്ന വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ. ടോം വടക്കൻ, ഒരു 20 സെക്കൻഡ് സമയം തന്നാൽ ഞാൻ വിസ്താരമായിട്ട് കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കാം. 20 സെക്കൻഡ് കഴിഞ്ഞു. ഈ സ്പീച്ചിൽ അരുൺ ജെയ്റ്റ്ലി ഫൈനാൻസ് മിനിസ്റ്റർ ഹിറ്റ്ലറിനെ പറ്റി പറഞ്ഞു. രാജ്നാഥ് സിംഗ് സെക്യുലറിസത്തിൻ്റെ ഗോൾ പോസ്റ്റ് മാറ്റി. പക്ഷേ ഞാൻ ഫോക്കസ് നിങ്ങളിപ്പോൾ അരുൺ ജെയ്റ്റ്ലിയുടെ ഇഷ്യൂ ആണ്. ഹിറ്റ്ലറിൻ്റെ റെഫറൻസ് പറഞ്ഞു. ഇവരുടെ ഗുരു ഗോൾവാൾക്കർ ആ വ്യക്തിയുടെ ഒരു പുസ്തകമുണ്ട്. വി
അവർ നേഷൻഹുഡ് 1938. ആ പുസ്തകത്തിൽ ബൈ ദി വേ മോദിയുടെ ഗുരുവാണ് കേട്ടോ. മോദി ഈ വ്യക്തി ഇവർ സർസംഘ് ചാലക്കായിരുന്നു. മോദി ശ്രീ ഗോൾവൽക്കറിനെ പറ്റിയൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ഹിറ്റ്ലറിനെ പ്രൈസ് ചെയ്ത് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് ഉണ്ട്. ജൂവിസത്തിൻ്റെ എതിരെ അവർ എലിമിനേഷനും ആ കംപ്ലീറ്റ് അതിനെ പ്രൈസ് ചെയ്തതും റേഷ്യൽ കംപ്ലീറ്റ് എലിമിനേഷനാണ് അതിൽ സംസാരിച്ചിരുന്നത്. ഇവരുടെ ഗുരു ഗോവൽക്കർ ഹിറ്റ്ലറിൻ്റെ വലിയൊരു എന്താ പറയുക ഫോളോവർ മാത്രമല്ല, ഒരു കംപ്ലീറ്റ് ഡിസൈപ്പിൾ പോലെയാണ് കാണുന്നത്. ഈ കക്ഷിയെ പറ്റി ശ്രീ അരുൺ ജെയ്റ്റ്ലിയുടെ എന്താണ് അഭിപ്രായം? പ്രൈം മിനിസ്റ്റർ ഗുരുവാണ്. ഇതൊന്നും അവർക്ക് ഓർമ്മയിൽ വരുന്നില്ല. തീർച്ചയായും രമേശ് ഇവിടെ പറയാൻ പോകുന്നത് RSS ഈ പുസ്തകത്തിൽ നിന്ന് ഡിസ്റ്റൻസ് ചെയ്തിരിക്കുന്നു. എപ്പോൾ ഒക്കെ പ്രശ്നങ്ങൾ വന്നാൽ ഇവരുടെ ഓർഗനൈസർ വല്ലതും എഴുതിയാൽ അപ്പോൾ പറയും ഓർഗനൈസർ ഞങ്ങളുടെ മൗത്ത് പീസ് അല്ല. അപ്പോൾ ഈ തരം മെമ്മറി ലോസ് ഇടയ്ക്ക് ഉണ്ടാവും RSSന്. അത് സ്വാഭാവികമായി ഇന്നത്തെ ഈ നെറേറ്റീവിൽ അവർക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ്. രാജ്നാഥ് സിംഗും അതിലും ഉപരി അരുൺ ജെയ്റ്റ്ലിയും അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് നാഗ്പൂരിനെയാണ്. പ്രൈം മിനിസ്റ്റർ ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പിൻ്റെ ഒരു ചാപ്റ്ററാണ് ആരംഭിക്കാൻ ശ്രമിച്ചത്. അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അത് വാക്ക് ദി ടോക്ക് ചെയ്യുമോ, പറയുന്ന കാര്യങ്ങൾ ആക്ഷനിൽ വരുമോ, അത് പ്രസംഗമായി നിൽക്കുമോ, ചുരുങ്ങുമോ, അത് പട്നയിൽ പറയുന്ന റാലിയുടെ സ്പീച്ച് പോലെ സമയം മാറുന്ന പോലെ മാറുമോ? ഈ ചോദ്യങ്ങൾ ജിയോട് ഞാൻ ചോദിക്കും. ഉത്തരം പറയാൻ കഴിവുണ്ടെന്ന് എനിക്കറിയാം. തീർച്ചയായും എനിക്ക് അവരുടെ ഈ കാര്യത്തിൽ ഇപ്പോൾ വലിയ വിവാദത്തിൻ്റെ ഒന്നും കാര്യമില്ല. രമേശ് ഒരു കാര്യം പറഞ്ഞു, ടോം വടക്കൻ അതിന് മറുപടി പറഞ്ഞു എന്ന നിലയിൽ മാത്രം എടുത്താൽ മതി. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ശ്രീ പി കരുണാകരൻ 2 സെഷൻ ഒലിച്ചു പോയി കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ പാർലമെൻറ്റിന് അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പോൾ നേരത്തെയുള്ള പാർലമെൻറ്റോ എന്നുള്ള ചോദ്യം പ്രസക്തമല്ല. നമുക്ക് മുന്നോട്ട് തന്നെയാണ് പോകേണ്ടത്. ഇന്നിപ്പോൾ മൻമോഹൻ സിംഗിനെയും സോണിയാഗാന്ധിയെയും വിളിച്ച് ചർച്ച നടത്തിയിരിക്കുന്നു. മുഖ്യ പ്രതിപക്ഷ പാർട്ടി അവരാണല്ലോ, അതുകൊണ്ടായിരിക്കും അവരുമായി ചർച്ച നടത്തിയിട്ടുള്ളത്. വെങ്കയ്യ നായിഡു പാർലമെൻ്ററി മന്ത്രി എന്നുള്ള നിലയിൽ വരും ദിവസങ്ങളിൽ എല്ലാ പാർട്ടിയുടെയും നേതാക്കളുമായി സ്വാഭാവികമായും CPMൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവ് എന്ന നിലയിൽ താങ്കളുമായും ഒക്കെ ചർച്ച നടത്തുന്നുണ്ടാവും. പാർലമെൻറ്റ് നടക്കാൻ തന്നെയാണോ സാധ്യത? ഇക്കഴിഞ്ഞ 2 ദിവസം വലിയ സുഖമായിരുന്നു. കാരണം പാർലമെൻറ്റിലെ മഹാന്മാരായ നേതാക്കളുടെ പ്രസംഗം തത്സമയം കേൾക്കുക എന്നുള്ളത് വളരെ കാലത്തിന് ശേഷമാണ് സാധ്യമാകുന്നത്. അതോ ഈ പറയുന്ന ഭരണഘടനാ ചർച്ചയായതുകൊണ്ട് മാത്രം പങ്കെടുത്തു? പക്ഷേ തിങ്കളാഴ്ച അതായിരിക്കില്ല സ്ഥിതി എന്നുള്ളത് വേദനാജനകമാണ്. പാർലമെൻറ്റ് ശരിയാവണ്ണം നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി എല്ലാ പാർട്ടികളും ഉത്തരവാദിത്വം കാണിക്കും എന്ന് കരുതാമോ ശ്രീ പി കരുണാകരൻ? അല്ല, പാർലമെൻറ്റ് തുടർച്ചയായിട്ട് തടസ്സപ്പെടുത്തുക എന്നുള്ളത് ഞങ്ങൾ അംഗീകരിക്കുന്ന സമീപനമല്ല. ഇപ്പോൾ 2 ദിവസം ഭരണഘടനാ ചർച്ചയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ശരിയാണ്. അതുപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിലും തടസ്സമുണ്ടാക്കുക എന്നുള്ളതല്ല. പക്ഷെ ഇവിടെ ഈ പാർലമെൻറ്റ് നടത്തുന്നതിൽ ഗവൺമെൻറ് ഒരു സമീപനം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഗവൺമെൻറ് യഥാർത്ഥത്തിൽ അവസാനം എടുത്ത സമീപനം ആദ്യം സ്വീകരിച്ചിരുന്നുവെങ്കിൽ പാർലമെൻറ്റ് പൂർണ്ണമായിട്ടും നടത്താൻ കഴിയുമായിരുന്നു. അതിന് അംഗീകരിക്കാൻ വേണ്ടി തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രധാനമന്ത്രിയല്ല ഇന്നത്തെ പ്രധാനമന്ത്രി. കഴിഞ്ഞ പ്രാവശ്യം പ്രധാനമന്ത്രി പാർലമെൻറ്റിൻ്റെ വരാൻ വേണ്ടി തയ്യാറായിരുന്നു. ഈ പ്രാവശ്യം സന്തോഷമുണ്ട്. കാരണം ഒരു പ്രധാനമന്ത്രി പൂർണ്ണമായിട്ടും 1 ദിവസവും 2 ദിവസവും പാർലമെൻറ്റിൽ ഇരുന്നു എന്നുള്ളത് ഈ 1.5 വർഷത്തിനിടയിൽ ആദ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. ഓൾ പാർട്ടി യോഗത്തിലും പ്രധാനമന്ത്രി വന്ന് ഇരിക്കുകയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. നല്ല കാര്യം തന്നെയാണ്. ഈ മാറ്റത്തെ യഥാർത്ഥം നിങ്ങൾ നിഷേധാത്മകമായിട്ട് കാണുന്നില്ല. പക്ഷെ അതേ സമയത്ത് ഓരോ വിഷയം വരുന്ന സമയത്തും പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഗവൺമെൻറ്റിന് അംഗീകരിക്കേണ്ട കാര്യങ്ങൾ പോലും ഭൂരിപക്ഷമുണ്ട് എന്നുള്ള ഒറ്റ കാരണത്താൽ അംഗീകരിക്കാൻ തയ്യാറാകാത്ത ഒട്ടേറെ സംഭവങ്ങൾ പാർലമെൻറ്റിൽ കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ ഉണ്ടായി. അതിൻ്റെ ഒരു ഉയർന്ന രൂപം തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നത്. തീർച്ചയായിട്ടും അത്തരം സംഭവങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഇപ്പോൾ തിങ്കളാഴ്ച മുതൽ പുതിയ
ബില്ലുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ 4-5 കാര്യങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ചർച്ച ചെയ്യാൻ. ഒന്ന്, അസഹിഷ്ണുത ചർച്ചയ്ക്ക് വിധേയമാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിലക്കയറ്റം ചർച്ചയ്ക്ക് വിധേയമാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഡ്രോട്ട്, അതുപോലെ തന്നെ ഫ്ലഡ് ചർച്ചയ്ക്ക് വിധേയമാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോറിൻ പോളിസി ചർച്ചയ്ക്ക് വിധേയമാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലൊക്കെ ഗവൺമെൻറ് സമീപനം എന്ത് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ശ്രീ MT രമേശ്, നാനാത്വം നിറഞ്ഞ ഇന്ത്യയെ പോലൊരു വലിയ രാജ്യത്തിന് ഭരണഘടന നിർമ്മിക്കുന്നത് ചെറിയ കാര്യമല്ല എന്നാണ് മോദി ഇന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. മോദി മനസ്സിലാക്കേണ്ടത് വൈവിധ്യമുള്ള ഈ രാജ്യത്തെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ശക്തി സ്വയമേവ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ശ്രീ ടോം വടക്കനും അതാണ് പറയുന്നത് ചെയ്യുമോ എന്ന്. നികേഷേ, BJP രാജ്യത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് എന്ന് പലവട്ടം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഗവൺമെൻറ് നിലപാടും അതാണ്. പക്ഷേ മറിച്ച് ചില സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായുള്ള പ്രചരണവും ശ്രമവും രാജ്യത്ത് നടക്കുന്നു. അതിൻ്റെ പുറകിലുള്ളത് എന്ത് എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പം നാളെ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ അസഹിഷ്ണുതയെക്കുറിച്ചുള്ള ചർച്ചകൾ വരികയാണല്ലോ. നമുക്ക് ആ ഘട്ടത്തിൽ പറയാം, അസഹിഷ്ണുതാവാദം ഉയർത്തുന്ന ആളുകൾക്ക് വസ്തുതാപരമായി ചൂണ്ടിക്കാണിക്കാനുള്ള സംഭവങ്ങൾ എന്താണ് എന്ന് അവർ ചർച്ചയിൽ പറയട്ടെ. ഈ ആകാശത്തിലും അന്തരീക്ഷത്തിലുമുള്ള പ്രസ്താവനകൾക്കപ്പുറത്ത് 2-3 ആളുകൾ ചുറ്റിപ്പറ്റിയുള്ള പ്രസ്താവനകൾ, അരുൺ ജെയ്റ്റ്ലി രാജ്യസഭയിൽ പറഞ്ഞതുപോലെ പ്രസിദ്ധി ആഗ്രഹിക്കുന്ന ചില ആളുകളുടെ പ്രസ്താവനകളാണ്. ആ പ്രസ്താവനകൾ ഒരു പാർട്ടിയുടെയും ഗവൺമെന്റിന്റെയും നിലപാടല്ല എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുമാണ്. പക്ഷെ ആ പ്രസ്താവനകളുടെ ഒരു കുറ്റിയിൽ കറങ്ങി അസഹിഷ്ണുതയുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. അത് നമുക്ക് പാർലമെന്റിൽ ചർച്ച ചെയ്യുമ്പോൾ പ്രതിപക്ഷമൊക്കെ പറയാമല്ലോ, കൃത്യമായിട്ട് അസഹിഷ്ണുതയുടെ വിഷയങ്ങൾ എന്താണെന്ന് പറയാമല്ലോ. നമുക്ക് ആ സമയത്ത് ചർച്ച ചെയ്യാം. ഞാൻ നേരത്തെ ശ്രീ ബഹുമാനപ്പെട്ട പി കരുണാകരൻ പറഞ്ഞ ഒരു കാര്യത്തോടൊന്ന് പറഞ്ഞോട്ടെ. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ BJP ഗവൺമെന്റ് ഒരു വാശിയും കാണിച്ചിട്ടില്ല. സമ്മേളനം ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഗവൺമെന്റ് പറഞ്ഞു, പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് വെങ്കയ്യ നായിഡു സർവകക്ഷി സമ്മേളനത്തിൽ പറഞ്ഞു. 2 വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. ഒന്ന്, ലളിത് മോഡി കേസിനെ കുറിച്ച് ചർച്ച ചെയ്യണം. ചർച്ചയ്ക്ക് ആദ്യമേ തയ്യാറായിരുന്നു ഗവൺമെന്റ്. പക്ഷെ പ്രതിപക്ഷത്തിന്റെ ആവശ്യം എന്താ? സുഷമ സ്വരാജ് രാജിവെച്ചാൽ മാത്രമേ ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാവുകയുള്ളൂ. അതിനോട് ഗവൺമെന്റ് യോജിക്കാൻ വേണ്ടി കഴിയില്ല. ചർച്ചയ്ക്ക് തയ്യാറായിരുന്നു. അവസാനം ചർച്ച ചെയ്തല്ലോ. ചർച്ച ചെയ്യുമ്പോൾ സുഷമ സ്വരാജ് രാജിവെച്ചില്ലല്ലോ. ആദ്യം തന്നെ പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറായിരുന്നുവെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാമായിരുന്നു. രണ്ടാമത്തെ വിഷയം ചർച്ച ആവശ്യപ്പെട്ടത് വ്യാപം കേസിനെ സംബന്ധിച്ചാണ്. അന്ന് ഗവൺമെന്റ് പറഞ്ഞു പ്രതിപക്ഷത്തോട്, അങ്ങനെയാണെങ്കിൽ മറ്റു 2 സംസ്ഥാന സർക്കാരുകളുമായി ബന്ധപ്പെട്ട പ്രശ്നം കൂടി വന്നിട്ടുണ്ട്, അതുകൂടി ചർച്ച ചെയ്യാൻ തയ്യാറാണോ? ഉദാഹരണമായിട്ട് ഉത്തരാഖണ്ഡിൽ നിന്നും കേരളത്തിൽ നിന്നുമുള്ള 2 അഴിമതി വിഷയങ്ങൾ അതുകൂടി ചർച്ച ചെയ്യണമെന്ന് ചില MPമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൂടി ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം സമ്മതിച്ചാൽ ഈ വ്യാപം കേസ് ചർച്ച ചെയ്യാമെന്ന് BJP ഗവൺമെന്റ് പറഞ്ഞു. പക്ഷേ പ്രതിപക്ഷം തയ്യാറായില്ല. അപ്പൊ ചർച്ചയിൽ ഒളിച്ചോടിയത് ഗവൺമെന്റ് അല്ല, ഗവൺമെന്റ് ചർച്ചയ്ക്ക് തയ്യാറായിരുന്നു. പക്ഷേ വേഗത്തിൽ മറുപടി. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തെ പ്രക്ഷുബ്ധമാക്കിയത് അലസി പിരിയാനുള്ള കാരണം വ്യാപവും സുഷമ സ്വരാജുമായിരുന്നു. പാർലമെന്റ് സെഷൻ കഴിഞ്ഞു, ആ വിഷയങ്ങൾ പ്രതിപക്ഷം ആകെ തന്നെ വിട്ടുകളഞ്ഞു. ഇനി പുതിയൊരു സെഷൻ തുടങ്ങാൻ പോവുകയാണ്. അപ്പോഴാണ് അസഹിഷ്ണുത എന്ന് പറഞ്ഞ് വീണ്ടും പാർലമെന്റിനെ കലാപകലുഷിതമാക്കാൻ നോക്കുന്നത്. വിഷയങ്ങളോട് നിങ്ങൾക്ക് ആത്മാർത്ഥതയില്ല, പകരം പാർലമെന്റ് കലുഷിതമായാൽ മാത്രം മതി. അല്ല, രമേശിന് എങ്ങനെയാണ് ഇത് പറയാൻ വേണ്ടി കഴിയാമെന്ന് എനിക്കറിയത്തില്ല. രമേശിനെ ഒരു സമ്മേളനം മാത്രം എടുത്ത് ഉദാഹരണമായി പറഞ്ഞ പോരല്ലോ. ഇതേപോലുള്ള സംഭവമല്ലേ 2G സെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് BJPയും നമ്മളും ഒന്നിച്ച് 1 വർഷം 1 മാസം പാർലമെൻറ്റ് സമീപിച്ചത്. അതിനെന്താ ന്യായീകരണമുള്ളത്? ആ ന്യായീകരണം സ്വാഭാവികമായിട്ടും 1.76 ലക്ഷം കോടി രൂപയുടെ അഴിമതിയാണ് നടന്നത്. അത് CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചതാണ്. അതിന് തത്തുല്യമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് പാർലമെൻറ്റിൽ വന്നത്. എന്തുകൊണ്ടാണ് IPLുമായി ബന്ധപ്പെട്ട് മോഡി ലണ്ടനിലേക്ക് പോയത്? 2010 ലണ്ടനിലേക്ക് പോയ മോഡിയെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ഗവൺമെൻറ് പറഞ്ഞത് ഒരു തരത്തിലുള്ള ബന്ധവും പാടില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഗവൺമെൻറ് വന്നതിന് ശേഷം അദ്ദേഹത്തിന് പാസ്പോർട്ട് കൊടുത്തു, വിസ കൊടുത്തു. അതിന് പ്രധാനപ്പെട്ട കാരണം പറഞ്ഞത് മാനുഷിക പരിഗണനയാണ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് മോഡി ഉന്നയിച്ച ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഈ വിഷയങ്ങൾ ഞങ്ങൾ പറഞ്ഞു പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ വരട്ടെ. കാരണം പ്രധാനമന്ത്രിയുടെ ക്യാബിനറ്റിലെ ഒരു പ്രധാനപ്പെട്ട സഹപ്രവർത്തകയെക്കുറിച്ച് ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വന്നിട്ടും പ്രധാനമന്ത്രി വന്നില്ലല്ലോ. അത് വന്നിട്ട് ചർച്ച ചെയ്യണമെന്നാണ് പറഞ്ഞത്. മാത്രമല്ല രമേശ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾ പറഞ്ഞത് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രപ്പോസൽ വെക്കണം ചർച്ചയ്ക്ക്. അതിന് പ്രധാനമന്ത്രി തയ്യാറായിട്ടേ ഇല്ലല്ലോ. വെങ്കയ്യ നായിഡു പറഞ്ഞു ശരിയാണ്, പ്രധാനമന്ത്രി വരും.
മറുപടി പറയും. പ്രധാനമന്ത്രി ഒരിക്കലും ഈ ചർച്ചയുടെ അങ്ങനെയല്ല സർ. ഒരു സന്ദർഭത്തിലും വന്നിട്ടില്ല. അതുപോലെ തന്നെ മധ്യപ്രദേശിലെ വ്യാപം ഇത് യഥാർത്ഥത്തിൽ മധ്യപ്രദേശിലെ വ്യാപം പ്രശ്നം എന്ന് പറയുന്നത് എത്ര നിസ്സാരമായിട്ടാണ് കണ്ടത്. 50 ആൾക്കാരല്ലേ കൊല ചെയ്യപ്പെട്ടത്. പക്ഷെ അത് പാർലമെന്റ് 50 ആൾക്കാർ സമ്മേളനത്തെ കൊലയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ ആകെ കേസിലെ തന്നെയും സാക്ഷികളായിട്ടുള്ള ആൾക്കാരാണ്. നശിപ്പിക്കുന്ന വിധത്തിലാകാൻ പാടുണ്ടോ എന്നുള്ളതാണ്. ഗവൺമെന്റ് ചർച്ച ചെയ്യാൻ സന്നദ്ധമാണ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ഒളിച്ചോടുന്നു എന്നാണ് രമേശിന്റെ ആക്ഷേപം. ഇവിടെ തുടരുക. ഡോക്ടർ ഐസക്, ഇവിടെ GST മാത്രമല്ല, റിയൽ എസ്റ്റേറ്റ് ബില്ലുണ്ട്, ഭൂമി ഏറ്റെടുക്കൽ ബില്ലുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓഹരി സൂചിക ഇടിയുന്നു, ആ മൂല്യം കുറയുന്നു, രൂപയുടെ GST വൈകുന്നത് തന്നെ ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് മൂഡീസിൻ്റെ തന്നെ പഠനം നമ്മുടെ മുന്നിലുണ്ട്. പാർലമെൻറ്റ് സമ്മേളനങ്ങൾ സുഗമമായി നടക്കുകയും നിയമനിർമ്മാണങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടത് അനിവാര്യതയല്ലേ ഈ കാലഘട്ടത്തിൻ്റെ? പാർലമെൻറ്റ് നടക്കണം, പാർലമെൻറ്റിൽ ചർച്ചകൾ വേണം, പാർലമെൻറ്റിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുകയും വേണം. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ചില ബില്ലുകൾ പാസ്സാക്കാനായിട്ട് നമുക്ക് എതിർപ്പില്ല. പക്ഷേ ബാക്കി ഇപ്പോൾ GST ഒഴികെ പറഞ്ഞ ബില്ലുകളൊക്കെ ഇല്ലേ, ആ ബില്ലുകളോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല. എങ്ങനെയൊക്കെ തടസ്സം സൃഷ്ടിക്കാൻ പറ്റുമോ ആ തടസ്സങ്ങൾ സൃഷ്ടിക്കുക തന്നെ ചെയ്യും. ആ ബില്ലുകളുടെ തടസ്സം സൃഷ്ടിച്ചാൽ പാർലമെൻറ്റ് ഡിസ്റപ്ഷൻ അല്ലാതുള്ള രീതിയിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ സമവായം ഉണ്ടാക്കിയിട്ട് ഈ ബില്ലുകളൊക്കെ പാസ്സാക്കാൻ പറ്റുമെന്ന് കരുതണ്ട. ഈ കാര്യത്തിലൊന്നും സമവായം ഉണ്ടാവില്ല. GST പോലുള്ള ചിലതിനെക്കുറിച്ച് സമവായം ഉണ്ടാക്കിയെടുക്കാനാവും. ഇപ്പോൾ ചില കാര്യങ്ങളിൽ ഞങ്ങൾക്ക് വിമർശനമുണ്ട്. ആ വിമർശനം സർക്കാർ ഉൾക്കൊള്ളാൻ തയ്യാറാണെങ്കിൽ നിശ്ചയമായിട്ടും ആ നിയമം പാസ്സാക്കി കൊണ്ടുപോകാവുന്നതാണ്. പക്ഷെ മറ്റുള്ളവയെക്കുറിച്ച് അങ്ങനെയല്ലല്ലോ. സമവായം ഉണ്ടാക്കി ഏതൊക്കെ വിധത്തിൽ തടയാൻ കഴിയുമോ ആ വിധമൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഇടതുപക്ഷം പറയുന്നത്. ശ്രീ ടോം വടക്കൻ, നിങ്ങൾക്കും അതേ അഭിപ്രായം തന്നെയാണോ? പാർലമെന്റ് തിങ്കളാഴ്ച മുതൽ നടക്കാനിടയുണ്ടോ? നികേഷ്, ബാബാ സാഹേബ് അംബേദ്കറിന് ട്രിബ്യൂട്ട് ആയിട്ടാണ് ഈ 2 ദിവസവും പീസ്ഫുള്ളായി നടന്നത്. ഇൻടോളറൻസ് ഡിബേറ്റ്, സെക്യുലറിസം ഒരു ഭാഗമാണ് ഇൻടോളറൻസ് ഡിബേറ്റിൻ്റെ. കാരണം മൈനോറിറ്റീസിനോട് ചെയ്യുന്ന ഇവരുടെ ഈ മോട്ടം ഔട്ട്സ് ഉണ്ട്. അവർ മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റാണ്. അവിടെ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു, ടെലിവിഷനിൽ വന്ന് ചിലരൊക്കെ എന്തൊക്കെയോ പറയുന്നു. ടെലിവിഷനിൽ വന്നിട്ടല്ല സംസാരിക്കുന്നത്, ഇവർ ജനങ്ങളുടെ ഇടയിൽ റാലികളിലാണ് ഇത് പറയുന്നത്. അവരെന്താ പറയുന്നത്? മൈനോറിറ്റീസിൻ്റെ എതിരെ അവരെ എന്തൊക്കെയാ പറഞ്ഞ് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശമില്ല, അത് പോട്ടെ. ബാബാ സാഹേബ് അംബേദ്കറിന്റെ വിഷയത്തിൽ ഞാൻ ഒരു കാര്യം ഇവിടെ രമേശിയുടെ ശ്രദ്ധയിൽ വരുത്തണം. എന്തൊക്കെ പറഞ്ഞു അംബേദ്കർജി? ആദ്യം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാനത് കംപ്ലീറ്റ് ഞാൻ തിരിച്ചും പറഞ്ഞുതരാം. കാര്യമുണ്ട്. ക്രീഡ് നേഷന്റെ മുമ്പിൽ വന്നാൽ, നേഷനുഡിന്റെ മുമ്പിൽ വന്നാൽ ക്രീഡിന് അവർ പ്രിഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ നേഷൻഹുഡിന് തകരാറുണ്ട് എന്നാണ് ശ്രീ ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞത്. പിന്നെ പ്രാക്ടിക്കൽ ലൈഫിലെ ഹിന്ദുയിസത്തിൽ നിന്ന് ബുദ്ധിസത്തിലേക്ക് നീങ്ങിയ ബാബാ സാഹേബ് അംബേദ്കർ ആണ്. ആ ലെവൽ ഓഫ് ഇൻടോളറൻസ് ആണ് ആ സമയത്തെ. പറയുന്നത് എന്താണെന്ന് അറിയാമോ? ബാബാ സാഹേബ് അംബേദ്കർ അപമാനം നേരിട്ടിട്ടുണ്ട്, ഡിസ്ക്രിമിനേഷൻ നേരിട്ടിട്ടുണ്ട് ഈ രാജ്യത്ത്. പക്ഷെ ഒരിക്കൽ പോലും രാജ്യം വിട്ടുപോകാൻ ആഗ്രഹിച്ചില്ല എന്ന് ആഭ്യന്തരമന്ത്രി അരുൺ ജെയ്റ്റ്ലി കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പറഞ്ഞല്ലോ. ഇന്ന് സീതാറാം യെച്ചൂരി രാജ്യസഭയിൽ അതിന് മറുപടി പറഞ്ഞു. ശരിയാണ്, രാജ്യം വിട്ടിട്ടില്ല, എന്തിനു വിടണം? ഇത് ബാബാ സാഹേബ് അംബേദ്കറുടെ രാജ്യം കൂടിയാണല്ലോ. പക്ഷേ ഹിന്ദുമതം വിട്ട് ബുദ്ധിസത്തിലേക്ക് പോയി. ഈ ഡിസ്ക്രിമിനേഷൻ കാരണം, ഈ അസഹിഷ്ണുത കാരണം. അസഹിഷ്ണുത കാരണമല്ലല്ലോ, രാജ്യത്ത് അന്നുണ്ടായ ജാതീയമായിട്ടുള്ള അത് വേറൊരു അസഹിഷ്ണുതയാണ്. സവർണ മേധാവികളുടെ അസഹിഷ്ണുത. അങ്ങനെ പോയിട്ടുള്ള ആളുകളോട് ആർക്കെങ്കിലും വിരോധമുണ്ടായോ? ഈ രാജ്യത്ത് ഞാൻ പറയാം നികേഷേ, രാജ്യത്ത് സ്വമേധയാ മതം മാറ്റത്തിന് വിധേയമായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവരെല്ലാവരും ഇന്നും ഇവിടെ ജീവിക്കുകയാണ്. അവരോടൊന്നും ഒരു അസഹിഷ്ണുതയും ആരും കാണിച്ചില്ല. കാരണം അങ്ങനെ കാണിക്കാൻ ഭാരതത്തിന് കഴിയില്ല. അവരെല്ലാവരും സമ്പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യത്തോടുകൂടി അവരവരുടെ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാൻ ഭാരതത്തിന് കഴിയും. ലോകത്തിൽ അങ്ങനെ ജീവിക്കാൻ ഭാരതത്തിൽ മാത്രമേ കഴിയുള്ളൂ.
അങ്ങനെ കഴിയുന്നത് നമ്മുടെ നാട്ടിൽ മാത്രമാണ്. ആർക്കാണ് ഇങ്ങനെ സ്വന്തം മതത്തിന്റെ വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ അതല്ല അതിന്റെ കഴിയാത്തത്? കാതൽ എന്ന് താങ്കൾക്ക് അറിയാവുന്നതാണ്. എവിടെയാണ് ശ്രീ എം പി രമേശ് വളരെ നന്ദി.